ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേക്കിംഗ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കിങ്ങിനായിട്ടും അതുപോലെ ഫ്രോസ്റ്റിങ്ങിനായിട്ടൊക്കെ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്കിന്ന് കേക്കിലേക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ മുട്ട വേണം, മൈദ വേണം, അതുപോലെ ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ ബേക്കിംഗ് സോഡ, ഓയിൽ, പിന്നെ കൊക്കോ പൗഡർ, പിന്നെ നമ്മൾ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ നോക്കി വാങ്ങാം. പിന്നെ നമ്മൾ മറ്റുള്ള ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ലൈറ്റ് കളറായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് കളർ കൊക്കോ പൗഡർ ഹെർഷീസിൻ്റെ കണ്ടോ, ഈ ഒരു കൊക്കോ പൗഡർ നല്ല ലൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റിലൊക്കെ 1/2 ടീസ്പൂണൊക്കെ അല്ലേ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഈ ഒരു കൊക്കോ പൗഡറാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ മുട്ട നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് കേട്ടോ എടുക്കാൻ. തണുത്ത മുട്ട ഒരിക്കലും കേക്കിലേക്ക് ഉപയോഗിക്കരുത്. അതുപോലെ മൈദയാണെങ്കിലും നമ്മൾ ഒരുപാട് കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ല. ആവശ്യം 1 കിലോനൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് കഴിയുമ്പോൾ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ മൈദ പഴകിയാലും കേക്ക് നന്നാവില്ല. പിന്നെ ബേക്കിംഗ് പൗഡറും ഞാനിതുപോലെയുള്ള ചെറിയ പാക്കാണ് ഇപ്പോൾ വാങ്ങൽ. അപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ ഡേറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ കുറേശ്ശെ വാങ്ങി വെച്ചാൽ മതി. ഇനി നമുക്ക് കേക്കിലേക്ക് ഉപയോഗിക്കുന്ന എസൻസുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് വാനില എസൻസ് ആണ് കേട്ടോ. ഞാൻ ഈ ഒരു വാനില എസൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ലൈറ്റ് കളറിലുള്ള ഒരു വാനില എസൻസ് ആണ്. ഇതിൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള എസൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളറിലുള്ള എസൻസ് ആകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ ഫ്ലേവറും ഉണ്ടാവും, പക്ഷേ അതിന് കൂടുതലായിട്ടുള്ള കളർ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മുട്ടയുടെ ആ ഒരു ബീറ്റ് ചെയ്ത ആ വെള്ള കളറിൽ തന്നെ ഈ ഒരു എസൻസ് ആകുമ്പോൾ കിട്ടും. പിന്നെ ഡാർക്ക് കളറിലുള്ള എസൻസ് ആകുമ്പോൾ മുട്ടയുടെ കളറിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വൈറ്റ് കളറിലൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പോഞ്ച് കേക്കിൽ നമ്മൾ വാനില എസൻസിന് പകരമായിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ഫ്ലേവറിലുള്ള എസൻസും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് പ്ലം കേക്കിൻ്റെ എസൻസ് ആണ് കേട്ടോ. പ്ലം കേക്കിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എസൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന കേക്കിൽ ഈ ഒരു എസൻസുകളും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മിൽക്ക് എസൻസും പിന്നെ അതുപോലെ ബട്ടർ എസൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആ ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്കിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ മിൽക്ക് എസൻസും ബട്ടർ എസൻസും ചേർക്കുന്നത്. പിന്നെ ഏത് കേക്കിലായാലും നമ്മൾ എസൻസ് ഒരുപാട് ചേർത്ത് കൊടുത്താൽ കേക്കിൻ്റെ ടേസ്റ്റിനെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് എസൻസും ബട്ടർ എസൻസും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2-3 ഡ്രോപ്പ് 1/4 ടീസ്പൂൺ അത്രയ്ക്കേ ചേർത്ത് കൊടുക്കുള്ളൂ. എന്നാലേ ഉള്ളൂ ആ കറക്റ്റ് ഫ്ലേവറിൽ കിട്ടുക. അത് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുത്തുന്ന ഫ്ലേവറൊക്കെ വന്നാൽ കേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന എസൻസാണ് ബട്ടർ സ്കോച്ച് എസൻസ്. ഇനി കളറുകളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് ഉപയോഗിക്കുന്നത് ഈ കളറാണ് കേട്ടോ, റാസ്ബെറി റെഡ്. നല്ലൊരു കളറാണ് ഈ ഒരു കളറ്, ലിക്വിഡ് കളറാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് റെഡ് വെൽവെറ്റിന് ജെൽ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കളറാവും നന്നാവും കേട്ടോ. സൂപ്പർ റെഡിൻ്റെ ജെൽ കളർ ഉപയോഗിക്കുമ്പോഴും നന്നായിട്ട് കളർ കിട്ടും. അപ്പോൾ റാസ്ബെറി റെഡിന് പകരം ഇനി വേണമെങ്കിൽ ടൊമാറ്റോ റെഡ് ഉപയോഗിക്കാം. പക്ഷേ ടൊമാറ്റോ റെഡ് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതത്ര കളറ് തോന്നിയില്ല കേട്ടോ. ഒരു പിങ്ക് കളറൊക്കെ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല കളർ കിട്ടുന്നത് റാസ്ബെറി റെഡ് തന്നെയാണ്. ഇനി ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഫിയോണ പറഞ്ഞ വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ റിച്ച് ഗോൾഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്റ്റാർ വിപ്പ്, സൺ വിപ്പ്, അതൊക്കെ നല്ല സ്റ്റിഫാകുന്ന നല്ല ക്രീം തന്നെയാണ് കേട്ടോ. അതും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫിയോണയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോന് 170-175 രൂപയ്ക്ക് എങ്ങാണ്ട് ആണ് തോന്നുന്നു.
പിന്നെ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഈ ക്രീം ചീസാണ്, ഡയറി ക്രാഫ്റ്റിൻ്റെ ക്രീം ചീസാണിത്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ക്രീം ചീസാണ് കേട്ടോ. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 200 ഗ്രാമിന് 240 രൂപ ഒക്കെ ഉണ്ട്. പക്ഷേ വില കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ അമൂലിൻ്റെ ക്രീം ചീസ് വരുന്നുണ്ട് കേട്ടോ, ക്രീം ചീസ് സ്പ്രെഡ് പറഞ്ഞിട്ട് അതും ചിലരൊക്കെ റെഡ് വെൽവെറ്റ് കേക്കിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. അതിനത്ര വില ഇല്ല കേട്ടോ, ഇതിൻ്റെ അത്ര വിലയില്ല, 40 രൂപ എങ്ങാണ്ടോ ഉള്ളൂ 200 ഗ്രാമിന്. പക്ഷേ ടേസ്റ്റ് തീരല്ല കേട്ടോ. ഈ ക്രീം ചീസ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ഈ ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ക്രീമിൽ നമ്മൾ കളർ ചേർത്ത് കൊടുക്കേണ്ടത് ജെൽ കളറാണ് കേട്ടോ. ലിക്വിഡ് കളർ ചേർത്ത് കൊടുത്താൽ ലൂസായി പോകും. അപ്പോൾ എപ്പോഴും ജെൽ കളർ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ജെൽ കളറാണ്. ചില ജെൽ കളർ എത്ര ചേർത്ത് കൊടുത്താലും കൂടുതൽ അങ്ങോട്ട് കളർ കിട്ടില്ല. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പം കയ്പ്പ് വരും ചെയ്യും. അപ്പോൾ നല്ല കളർ നോക്കിയിട്ട് വാങ്ങാം. അപ്പോൾ ഇത് നല്ലൊരു കളറാണ് കേട്ടോ, അമേരി കളറിൻ്റെ ഒരു ലീഫ് ഗ്രീൻ ആണിത് ജെൽ കളർ. ഇത് കുറച്ച് റേറ്റ് കൂടിയ ഒരു ജെൽ കളറാണ്, 262 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലിന്. പിന്നെ മറ്റേത് ഞാൻ ആദ്യം കാണിച്ചതിന് 100 രൂപയ്ക്കുള്ളൂ. അപ്പോൾ ഓരോ കമ്പനി അനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്, ജെൽ കളറിൻ്റെ കമ്പനി അനുസരിച്ചാണ് ഓരോ ജെൽ കളറിൻ്റെയും റേറ്റ്. ഇതിന് ഈ ഒരു കമ്പനി ആണെങ്കിൽ 100 രൂപയൊക്കെയാണ് ഈ ഒരു കളറിന്. റെഡ് ജെൽ കളറിലാണെങ്കിൽ ഏറ്റവും നല്ല കളർ കിട്ടുന്നത് ഈ കളറാണ് കേട്ടോ, സൂപ്പർ റെഡിൻ്റെ ഈ ഒരു കളറാണ് നമ്മൾ ക്രീമിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളർ കിട്ടുന്നത്. പിന്നെ വരുന്നത് ഇതുപോലൊരു ബോട്ടിലുള്ള കളറാണ് കേട്ടോ, ഇത് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ഒരു കളറാണ്. പിന്നെ എപ്പോഴും ഞാൻ ഇതുപോലൊരു ഫ്രഷ് ക്രീമിൻ്റെ പാക്കും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കണമെങ്കിൽ ഫ്രഷ് ക്രീം വേണം. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷയും ഞാൻ ഫ്രഷ് ക്രീമിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ നമ്മൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര മധുരമായി പോവും. അപ്പോൾ മധുരം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് കേക്കൊക്കെ പെട്ടെന്ന് മടുപ്പ് വരും. അപ്പോൾ ഫ്രഷ് ക്രീമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാകത്ത് സ്വീറ്റിൽ തന്നെ നമുക്ക് കിട്ടും കേക്ക്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് നല്ല കളറിലും കിട്ടും കേട്ടോ, നല്ല വൈറ്റ് കളറിലും കിട്ടും. അപ്പോൾ വിപ്പിംഗ് ക്രീമിലാണെങ്കിൽ അത്രയ്ക്ക് കളർ കിട്ടില്ല, ഒരു ക്രീമി കളറായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രഷ് ക്രീമിൽ എപ്പോഴും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കുക കേട്ടോ, അതായിരിക്കും ടേസ്റ്റ്. ഡാർക്ക് ഗണാഷ് ആണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മോഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് 400 ഗ്രാമിന് 85 രൂപയാണ് വില. ഇത് മോഡിൻ്റെ തന്നെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഇതിന് 400 ഗ്രാമിന് 150 രൂപയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഇതുപോലെയുള്ള നമുക്ക് ഓറഞ്ച് ഫ്ലേവറിലുള്ള ചോക്ലേറ്റും അതുപോലെ മാംഗോൻ്റെ ഫ്ലേവറിലുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് ഗ്ലേസ് ജെല്ലാണ് കേട്ടോ. നമ്മൾ ഗ്ലേസ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഏത് ഫ്ലേവറിലാണോ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ഗ്ലേസ് നമുക്ക് മേലെ കൊടുക്കാം. ഇതിപ്പോൾ ബ്ലൂബെറി ഗ്ലേസ് ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് സ്ട്രോബെറിയുടെ ഗ്ലേസും അതുപോലെ മാംഗോയുടെ ഗ്ലേസും പൈനാപ്പിളിൻ്റെ ഗ്ലേസും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഏത് ഫ്ലേവറിലുള്ള ഗ്ലേസും നമുക്ക് ബേക്കേഴ്സിൻ്റെ ഷോപ്പിൽ പോയാൽ കിട്ടും. പിന്നെ ഇത് ന്യൂട്രൽ ജെല്ലാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഫ്ലേവറും കളറൊക്കെ ചേർത്തിട്ട് ഗ്ലേസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ കളർ ചേർത്തിട്ട് പേര് എഴുതാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ ലിയോപാഡ് പ്രിൻ്റൊക്കെ ചെയ്യാനൊക്കെ ഈ ഒരു ജെല്ലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിൽ കളർ ചേർത്തിട്ട് അതിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ലിയോപാഡ് പ്രിൻ്റൊക്കെ ചെയ്യാൻ കളറിലുള്ള വൈറ്റ് കളറിലുള്ള ഗ്ലേസും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചോക്കോ ചിപ്സ്, അതുപോലെ ചോക്കോ ചിപ്സ് പല ഫ്ലേവറിലുള്ള ചോക്കോ ചിപ്സ് കിട്ടും. പിന്നെ ഇത് നമ്മുടെ സ്പ്രേ കളറാണ് കേട്ടോ. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്പ്രേ പോലെ നമ്മൾ ഫ്ലവറിൻ്റെ മേലൊക്കെ കിടക്കും. ഈ പൗഡർ കളറും നമുക്ക് എല്ലാ കളറും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഓറഞ്ച് കളർ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഇതുപോലുള്ള ഷുഗർ ബോൾസൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ സിൽവർ കളറിലുള്ള ചെറിയ ഷുഗർ ബോൾസാണ്. ഇതിൻ്റെ വലുത് വാങ്ങിക്കാൻ കിട്ടും, വലിയ സൈസിലുള്ളതും പല കളറിലുള്ള ഷുഗർ ബോൾസ് കിട്ടും കേട്ടോ. അതുപോലെ ചോക്ലേറ്റ് വേർമിസെല്ലിയും പല കളറിലുള്ളത് കിട്ടും. ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഷുഗർ വേർമിസെല്ലിയാണ്. അപ്പോൾ
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കേക്കിനും റോസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.